പിണറായി ശിങ്കിടികളെയും രക്ഷാപ്രവർത്തകരെയും കമ്മികളെയും വിറപ്പിച്ച ഷൗക്കത്ത് അലി ഇനി ആലപ്പുഴയിലല്ല, തലസ്ഥാനത്ത്. ഷൗക്കത്ത് തിരുവനന്തപുരത്ത് വേണം എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഷൗക്കത്ത് അലിയെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാക്കാൻ സർക്കാരിൽ ആലോചന. പിണറായി വിജയന്റെ ഫ്യൂസ് ഊരുന്ന അടുത്ത പണി കൊടുക്കുകയാണ് വി.ഡി. സതീശൻ. പിണറായിക്ക് കണ്ണിന് കണ്ടുകൂടാത്ത ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത്. കാരണം ഷൗക്കത്ത് പിണറായിയെ പേടിക്കുന്നില്ല, ഓച്ചാനിച്ച് നിൽക്കുന്നില്ല. കിട്ടുന്ന അവസരത്തിൽ CPM ഗുണ്ടകളെ മെതിക്കുന്ന ഉദ്യോഗസ്ഥനുമാണ്. ഷൗക്കത്ത് എന്ന പേര് തന്നെ കമ്മികൾക്കിപ്പോൾ വിറയലാണ്. ഇതിനെ തിരുവനന്തപുരത്തേക്ക് കെട്ടിയെടുക്കുന്നത് എന്തിനെന്ന് സഖാക്കളുടെ സൈബർ ഗ്രൂപ്പുകളിൽ ചർച്ച. ഒരു അഭ്യൂഹം വന്നപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ CPM ഗുണ്ടകൾ പേടിക്കുന്നുണ്ടെങ്കിൽ, കേട്ടത് സത്യമാണെങ്കിൽ സഖാക്കളുടെ കളസം കീറും. പിണറായി വിജയന്റെ 10 വർഷ ഭരണകാലത്ത് ഷൗക്കത്ത് അലിയെ ഇട്ട് തട്ടിക്കളിക്കുകയായിരുന്നു. എഫിഷ്യൻ്റായ ഒരു ഉദ്യോഗസ്ഥനെ രാഷ്ട്രീയ വൈരാഗ്യത്തിൽ വേട്ടയാടി. കാരണം കൊടിസുനിയൊക്കെ പോയി തൂക്കിയ ഐറ്റമാണല്ലോ ഷൗക്കത്ത്. എന്തായാലും ഇപ്പോൾ പന്ത് ഷൗക്കത്ത് അലിയുടെ കോർട്ടിലാണ്. ഭരണപക്ഷത്തല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെയാണ് പേടിക്കേണ്ടതെന്ന് വെല്ലുവിളിക്കുന്ന SFI DYFI കൂട്ടം ഇനി റോഡ് നീളെ ഷൗക്കത്തിന്റെ തല്ല് വാങ്ങും. പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഇറങ്ങി പാർട്ടി ആഫീസിൽ കയറി ഒളിച്ചാലും രക്ഷയില്ല. അവിടെ കയറി തൂക്കും അദ്ദേഹം. പാർട്ടി ആഫീസ് അങ്ങനെ പേടിയുള്ള ആളൊന്നുമല്ല ഷൗക്കത്ത് അലി. പിന്നെ തിരുവനന്തപുരത്തെ സ്ഥിരം അടി സ്പോട്ട് അത് കേരള സർവകലാശാലയാണല്ലോ. SFI DYFI സംഘത്തിന്റെ കോട്ട. ഈ 10 വർഷക്കാലത്ത് നമ്മൾ കണ്ടത് CPM-നും പിണറായിക്കും വേണ്ടി ഇരച്ചിറങ്ങുന്ന കുട്ടി സഖാക്കളെയാണ്. അക്രമം നടത്തി അവർ നേരെ ഇടിമുറികളിലും കോളേജ് ഹോസ്റ്റലുകളിലും പാർട്ടി ആഫീസിലും കയറി അങ്ങ് ഒളിക്കും. നേതാക്കന്മാർ സംരക്ഷിക്കുന്നതായിരുന്നല്ലോ നമ്മൾ കണ്ടത്. എന്നാൽ ഷൗക്കത്താണ് തിരുവനന്തപുരത്ത് കമ്മീഷണറായി എത്തുന്നതെങ്കിൽ എല്ലാവരെയും തൂക്കി അകത്തിട്ട് ലാത്തിക്ക് അടിക്കും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തലസ്ഥാനത്തെ പോലീസിനെ ഒരു മികവുറ്റ ടീമാക്കും. മൊത്തത്തിൽ പ്രതിപക്ഷത്തിന് പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന്. ഇപ്പോഴും പിണറായിക്കും CPM-നും വേണ്ടി പണിയെടുക്കുന്ന സേനയിലെ CPM കൂട്ടർക്കും കണ്ടകശനിയാണ് ഷൗക്കത്ത് വരുന്നത്. ആഭ്യന്തര വകുപ്പിൽ ഇപ്പോഴും പിണറായി വിജയൻ പിടിമുറുക്കിയിരിക്കുകയാണ്. പിണറായിയുടെ ശിങ്കിടികളാണ് സേനയിൽ വിഹരിക്കുന്നത്. സർക്കാർ നീക്കങ്ങൾ അപ്പോൾ പിണറായി വിജയന്റെ ചെവിയിലെത്തുന്നു. ഇതോടെ കേരള പോലീസിന്റെ തലപ്പത്ത് വൻ അഴിച്ചുപണികൾക്കും നാടകീയ നീക്കങ്ങൾക്കും വഴിയൊരുങ്ങുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്തെ വിശ്വസ്തരായിരുന്ന ഉദ്യോഗസ്ഥരെ മാറ്റി പിണറായി കൂട്ടത്തിന് കണ്ണിൽ കരടായവരെ സുപ്രധാന പദവികളിലേക്ക് കൊണ്ടുവന്ന് നിർണായക പൊളിച്ചെഴുത്തിനാണ് സതീശൻ സർക്കാരിന്റെ നീക്കം. സർക്കാരിന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ പ്രധാന കസേരകളിൽ പ്രതിഷ്ഠിക്കാനും കടുത്ത വിവാദങ്ങളിൽ പെട്ടവരെ വെട്ടിനിരത്താനുമുള്ള നീക്കം ആഭ്യന്തര വകുപ്പിൽ തകൃതിയാണ്. IPS-ൽ നിർണായക മാറ്റങ്ങൾക്കാണ് വഴി ഒരുങ്ങുന്നത് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന MR അജിത് കുമാറിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് കമ്മീഷണർ പദവികളിലും DGP റാങ്കുകളിലും വൻ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. വിവാദങ്ങളും കടുത്ത കേസുകളും കൈകാര്യം ചെയ്ത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ സ്വാധീനമുള്ള SP ഷൗക്കത്ത് അലിയെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാക്കാനാണ് സർക്കാരിന്റെ ആലോചന നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തലസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തങ്ങളുടെ കൺട്രോളിൽ നിർത്താൻ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ വേണം എന്നുള്ള നിലപാടിലാണ് ഷൗക്കത്ത് അലിയെ നിയമിക്കുന്നത്. അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള ജോലികളെല്ലാം വെടിപ്പായി ചെയ്തിട്ടുള്ള നല്ല ഒന്നാന്തരം ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തിരുവനന്തപുരം ക്ലീൻ ആക്കാൻ അദ്ദേഹത്തിന് കഴിയും. TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച ഷൗക്കത്ത് അലി നിലവിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആണ്. അദ്ദേഹമാണ് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം ഉൾപ്പെട്ട രക്ഷാപ്രവർത്തന കേസ് അന്വേഷിക്കുന്നത്. ഈ കേസിൽ ADGP MR അജിത് കുമാറിന്റെ പേര് ഉൾപ്പെടെയിട്ടാണ് കോടതിയിൽ ഷൗക്കത്ത് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതേസമയം മുൻപ് സസ്പെൻഷനിലാവുകയും പിന്നീട് ശക്തമായി തിരിച്ചു വരികയും ചെയ്ത IG P വിജയനെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പ്രധാന പദവിയിലേക്ക് കൊണ്ടുവരാനും നീക്കങ്ങളുണ്ട്. ക്രമസമാധാനം, ഇന്റലിജൻസ്, ക്രൈംബ്രാഞ്ച്, ജയിൽ, പോലീസ് ആസ്ഥാനത്തിന്റെ ചുമതല തുടങ്ങിയവയാണ് ADGP റാങ്കിലുള്ളവർ വഹിക്കുന്ന തന്ത്രപ്രധാന തസ്തികകൾ. ഇതിൽ ക്രമസമാധാനവും ക്രൈംബ്രാഞ്ചും നിലവിൽ H വെങ്കടേഷാണ് വഹിക്കുന്നത്. വെങ്കടേഷിനെ മാറ്റി വിജയനെ നിയമിക്കാനാണ് സാധ്യത എന്നും ചില സൂചനകൾ പുറത്തുവരുന്നു. സർക്കാരിനുള്ളിലെ ചില തർക്കങ്ങൾ പരിഹരിച്ച് വിജയനെ പ്രധാന ധാരയിലേക്ക് കൊണ്ടുവരുന്നത് പോലീസിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ വിജിലൻസ് മേധാവിയായ മനോജ് എബ്രഹാം ആ പദവിയിൽ തന്നെ തുടർന്നേക്കും. വിജിലൻസിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സർക്കാരിന് പൂർണ്ണ തൃപ്തി ഉള്ളതിനാലാണ് ഈ തീരുമാനം.